21 വർഷങ്ങൾ കഴിഞ്ഞു പോയി. വിശ്വസിക്കാനാവുന്നില്ല. കണ്ണടച്ചു തുറക്കുന്ന മാത്രയിൽ അവ കഴിഞ്ഞു പോയിരിക്കുന്നു. കാലത്തിന്റെ ഒരു വേഗം. അന്ന് അല്പം പരിഭ്രമവും അതിലേറെ സന്തോഷവും കയറി അധ്യാപകരാവാനുള്ള മോഹം നെഞ്ചിലൊതുക്കി വിവിധ ദേശങ്ങളിൽ നിന്ന് സെന്റ് ജോസഫ് ടിറ്റിയിൽ ചേക്കേറിയ നമ്മൾ പിന്നീട് 40 പേരടങ്ങുന്ന ഒരു കുടുംബമാവുകയായിരുന്നു. സിസ്റ്റർ ടെസി അനുസ്മരണം. 1979 ജൂൺ 28 കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയ്ക്കടുത്ത് കോരൂപ്പള്ളിയിൽ ജോസ് അന്നമ്മ ദമ്പതികളുടെ 5 മക്കളിൽ 4ാമത്തെ സന്താനമായി ജനനം. പ്രിയ കൂട്ടുകാരി, ആ സ്നേഹസ്മരണയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, 2024 നമ്മൾ 21 വർഷങ്ങൾക്ക് ശേഷം ഈ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഇന്നലെ ഓർത്ത് കുറേ കാര്യങ്ങളുണ്ട്. 2013 ജാനുവരി മെയ് മാസങ്ങളിലേക്ക് നമുക്ക് ഏകദേശം എല്ലാവരുടെയും വീടുകളിലും നേരിട്ട് വന്ന് ക്ഷണിച്ച് മനോഹരമായിട്ട് പരിപാടികളൊക്കെ നമ്മൾ നടത്തി. അന്നും നമുക്ക് ഇനിയും ഒരു കൂടിച്ചേരുണ്ടാകും. എന്താണെങ്കിലും നമുക്ക് ഇന്ന് 2024 വീണ്ടും ഗ്രൂപ്പൊക്കെ സജീവം പറഞ്ഞു. അപ്പോൾ മക്കളുമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് അതുപോലെ തന്നെ അജീഷ് സാറിന് ഞങ്ങൾ ഇഷ്ടംപോലെ നമ്മളൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ കാണുന്നതാണ്. അജീഷ് സാറിന് പിന്നെ പ്രിൻസി ഞാനൊക്കെ അനുകരിക്കുന്നു. എല്ലാവരെയും എല്ലാ പ്രിയ കൂട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് Happy birthday to you. ഉള്ളവര് പറയാറുള്ളത് ഏതായാലും ജിബിനും അതുപോലെ തന്നെ അറിവ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. സന്തോഷം. ജിബിൻ കേട്ടല്ലോ അല്ലേ? അറിവുള്ളത് പറഞ്ഞതിൽ ഒരു വികാരമായിരുന്നു ഉണ്ടായത്. അങ്ങനെ 7 ബാച്ചുകൾ 7 വർഷം എനിക്ക് തോന്നുന്നു ഞാൻ പഠിപ്പിച്ചു വിട്ട TTC ബാച്ചുകളിൽ എത്തുന്നുണ്ടോ? ഇനി കളർഫുള്ളൊന്നും ആവണ്ട, വലിയ ഫുഡൊന്നും നമുക്ക് വേണ്ട. പക്ഷെ നിങ്ങളൊരു 3 വർഷം കാരണം ഓരോ കുട്ടികളും എനിക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു. ഓരോ അനുഭവങ്ങളും എനിക്ക് ഒരു പ്രാവശ്യം കൂടിയിരുന്നു എന്നത് ഒഴിവാക്കിയാൽ നിങ്ങൾ 2ാമത്തെ പ്രാവശ്യം കൂടുന്നു. എന്തെങ്കിലും കൂടുമ്പോഴോ ഒന്നിച്ചിരുന്നാലും ഒത്തുചേർന്നാലും അല്ലേ? നമ്മുടെ അഷ്ടമി ആർത്തി ആദ്യത്തെ നമ്മുടെ പേര് അത് മറക്കാൻ പറ്റില്ല. അഷ്ടമി ആർത്തി മൊത്തം പേര് അല്ലേ? അപ്പൊ അതുകൊണ്ട് തീർച്ചയായും അഷ്ടമിയുടെ അനുഭവം നമുക്ക് കേൾക്കാം. എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ആദ്യം തന്നെ നമസ്കാരം. SBIയിലാണ്. സംശയം ഉണ്ടെങ്കിലൊക്കെ വിളിക്കാം. എനിക്ക് ഒരു ഹസ്ബൻഡാണ് ഉള്ളത്. ഞാൻ വെറുതെ വന്നാൽ നിങ്ങൾ ചിരിച്ചോട്ടെ. ഷവർ തുറക്കില്ലെന്ന് ചോദിച്ചു. ഞാൻ ആ സമയത്ത് യൂട്യൂബൊക്കെ എടുത്ത് കവിതയൊക്കെ എടുത്ത് ഒന്നുകൂടെ നോക്കി. ആദ്യം അടുത്ത ഗെറ്റുഗതറാണെങ്കിൽ തട്ടിപ്പോലെ വന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ആവേശത്തില് ഗെറ്റുഗതർ നടന്ന് നടന്നതായിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സ്റ്റാഫ് ടൂറിന് ഈ 3 വർഷത്തിൽ ഈ ഒരു അവധി ദിവസം നോക്കി തന്നെ വെച്ചത്. സെലീനയും ഒഴികെ ബാക്കി എല്ലാവരും പടുവില് ഇപ്പം ബിന്ദുവിന്റെ വീടിനടുത്ത് ബിന്ദു ചുണ്ടക്കരയാണ്. അവിടെ പോയി ഇല്ല 2 പോയതിനു ശേഷം എന്നെ ആദ്യം വിളിച്ചപ്പോൾ ഞാനിങ്ങനെ എനിക്ക് വരാൻ പറ്റില്ല എന്നൊരു മറുപടിയാണ് പറഞ്ഞത്. ഫ്രണ്ട് പറഞ്ഞു, അങ്ങനെ നീ പറയരുത്, എന്തായാലും വരണം, നമ്മളങ്ങനെ എന്തായാലും വരണം എന്ന് വിചാരിച്ച് വന്നാണ്. എല്ലാവരെയും കാണാൻ സാധിച്ചത് ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആരീസിലൊക്കെ ഞാൻ അപ്പൊ നല്ലൊരു കാലഘട്ടമായിരുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇവരിട്ട പേരായിരുന്നു സാരി ബിന്ദു എന്നുള്ളത്. അപ്പൊ തീർച്ചയായും പിന്നീട് From Chennai.
ഇരിക്കും സാറേ. പറഞ്ഞു. ആ പേര് തീർച്ചയായും ഈ ഒരു യുഗം അവസാനിക്കുന്നിടം വരെ നിങ്ങൾ എന്നെ മറക്കില്ല. ആ പേര് നമ്മൾ ഒരിക്കലും ഒരാളെയും ഓരോരുത്തരെയും നമുക്കൊന്നും തോന്നില്ല. കാരണം എന്റെ കുട്ടിയൊക്കെ ചെറുതായിരുന്നു. ആ കുട്ടീനെയൊക്കെ എടുത്ത് വിളിയതിനോടായിരുന്നു കുറച്ചുകൂടി അടുപ്പം ഉണ്ടായിരുന്നത്. ആ ഒരു സൗഹൃദം ഇന്നും അങ്ങനെ വിളികളിലൂടെ ഒന്നും ഇല്ല എങ്കിലും പറയാലോ. പക്ഷെ ടീച്ചേഴ്സിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് പറയും, അരിച്ചിട്ടാണെങ്കിൽ താളം ഉണ്ടോ ബോധം ഉണ്ടോ ശ്രുതിയുണ്ടോ ഞാൻ 12 മക്കളെ പറ്റിയമ്മയെന്ന് പിന്നെ ഞാനാണ് ഗാന്ധി എന്ന് പറയേണ്ട അവസ്ഥ ബിന്ദുത്രസിനെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ഒന്നും ഇല്ല എങ്കിലും ഞാൻ എന്തായാലും വരുന്നില്ല. ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ ഒറ്റയ്ക്ക്. ബാക്കി എല്ലാവരും ഫാമിലി ആയിട്ടായിരിക്കും വരിക. അപ്പൊ ഹണി പറഞ്ഞ സാരില്ല, ഞാനും ഒറ്റയ്ക്കായിരിക്കും, ഇനി എന്തായാലും വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹണി പിന്നെ ഷെമി പറഞ്ഞു, ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞില്ലേ. അങ്ങനെ എല്ലാവരും ഒന്നുകൂടി കാണാൻ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, മോന് ഓട്ടിസ്റ്റിക് ആണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആദ്യം പറയുന്നത് ഹണി കേട്ടോ. കഴിഞ്ഞ വർഷം തൊട്ട് ഹണി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഗെറ്റ് ടുഗദർ വേണമെന്ന്. അങ്ങനെ വന്നു. ഒരാൾ പോലും മറുപടി കൊടുക്കില്ല. എനിക്ക് വളരെ ദുഃഖം തോന്നിയ ഒരവസ്ഥയുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പോകുന്നു ഇപ്പം ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ട്രെയിനിങ് അതന്നെ ചുങ്കക്കുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഗെറ്റ് ടുഗദറാണ്. ഞങ്ങളുടെ ഒന്നും ഗെറ്റ് ടുഗദർ ഇതുവരെ നടന്നിട്ടില്ലല്ലോ. ഞങ്ങൾ കോഴ്സ് മിക്കവാറും എല്ലാ വർഷവും ഞങ്ങൾ കൂടാറുണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇച്ചിരി വിപുലമായി പകൽ കുറേ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റി. പിന്നെ അത് ടീച്ചർ ഏറ്റവും കൂടുതൽ ടീച്ചർക്ക് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്തൊരു ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു മാത്സിൻ്റെ. അതായത് കുട്ടികളെ ടൂറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പിയൂണിനെ കൊണ്ട് ഒരു ലെറ്റർ കൊണ്ടുവന്നിട്ട് ആ ലെറ്റർ വായിച്ചിട്ട് നിങ്ങൾ ഈ കണക്ക് മുഴുവൻ കൂടി പൈസയിലൊന്ന് കറക്റ്റ് ചെയ്താലേ നമുക്ക് ടൂർ പോകാൻ പറ്റുള്ളൂ. ഞാൻ ഒരു ക്ലാസ് ഇന്നും ഇപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ക്ലാസ് സുരേൻ്റെ ഒരു ക്ലാസ് ഓർത്തിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ബാബരി സ്കൂളിലാണ്. ബേസിക്കലി നമുക്ക് കാണാം. ഈ 2 വർഷത്തെ ആ ഇന്ത്യൻ കാലമാണ് എന്റെയൊക്കെ പറ്റി. ഞാനൊക്കെ വേറെ ബെനിഫിറ്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു ഹോസ്റ്റൽ ജീവിതമാണ് ഞങ്ങൾ അടിച്ചു പൊളിച്ചത്. ടീച്ചറിനെയൊക്കെ കാണാൻ ഒത്തിരി ആഗ്രഹിച്ച് സന്തോഷത്തോടെ വന്നു. പക്ഷെ ഇവിടെ ടീച്ചറിനെ ഒന്ന് നോക്കി ഞാനങ്ങനെ ആക്കിയൊന്നും അല്ലായിരുന്നു സാർ. മാറി മാറി ടീച്ചറെ ആ ഒരു ഓർമ്മയെങ്കിലും എല്ലാവരും കാണുമെന്ന് വിചാരിച്ചു. ിലേക്ക് വീണ്ടും ഈ പ്രാരാബ്ധങ്ങൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ആയിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ 1 വർഷം പിന്നിട്ടിട്ടില്ല, അവരിപ്പോഴും അവിടെ തന്നെയാണ്. ശരിക്കും അതിന്റെ കൂടെ ഇച്ചിരി കൂടി മോഡേൺ ഇടയ്ക്ക് കാണുന്നുണ്ട്. ഇല്ല ആ കാര്യങ്ങളെ ചോദിച്ച് വ്യത്യാസമുണ്ടോ എന്തോ അത് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ രണ്ടുപേരും മാതൃകാരനും. അപ്പൊ എന്നാലും ഞാൻ ഉള്ള ധൈര്യമൊക്കെ ഏതായാലും വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ആക്കി അതിന്റെ ടീച്ചർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ലെവല് എല്ലാം അതറിയാമല്ലോ ടീച്ചറെ. ഏതായാലും പിന്നെ അയാളുണ്ട് ഈ തിരുപ്പത്തൂർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് അറിയാതെ പോയതാണ്. നല്ലൊരു PhD ഫീസ് വെച്ച ആ ആഴ്ച തന്നെയാണ് ആദ്യത്തെ ഈ പ്രപ്പോസൽ വരികയും ഞങ്ങൾക്കൊരു താല്പര്യം തോന്നി ഞങ്ങളെ കല്യാണം നടത്തുകയും ചെയ്തു. ഇവിടെ നിന്നുള്ളൊരു സെർവൻ്റാണ്. ഇപ്പോൾ വന്നതുകൊണ്ട് അവൻ്റെ അപ്പനും അമ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് കാരണം വളരെ ആഗ്രഹിച്ച് വന്നതിന് ഫാമിലിയിൽ ഞാൻ എൻ്റെ അതായത് ക്ലാസ്സിൻ്റെ വീട്ടിൽ ഞാൻ വീട്ടിൽ മാത്രമാണ് അത്യാവശ്യമില്ലായിരുന്നു. എന്നോട് പൊക്കോളം പറഞ്ഞു. എനിക്കതിനുള്ള സാഹചര്യങ്ങൾ വീട്ടിലില്ലായിരുന്നു. അപ്പം മറ്റുള്ളവരുടെ സഹായത്താൽ ഞാൻ വന്നു. ആ ലെക്ചറും മാധുസാറിൻ്റെയും പെറ്റിയമ്മയുടെയും എൻ്റെ ഹോസ്റ്റൽ സാറിൻ്റെ ഒക്കെ ഒരു സ്നേഹവും കരുതലും കൊണ്ടാണ് എനിക്കത് പൂർത്തിയാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് എനിക്കിവർ ഒരിക്കലും മറക്കാനേ സാധിക്കില്ല. ഇവരുമായിട്ട് വളരെ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തതും അടുത്ത മാസം പാലാ പുണ്യത്തിൽ ചേരാൻ പോവുകയാണ്. അപ്പം മോൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ട്രിപ്പ് ആക്കാനൊക്കെ പറഞ്ഞ് റിസോർട്ട് ആകുമ്പോഴത്തേക്കും കഴിയുന്നുണ്ട്. ഇവിടെ വന്നു അതാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ വീട് പുൽപ്പള്ളിയാണ്. ഒന്ന് എഴുതാതിരിക്കോ?
വളരെ പ്രിയ കൂട്ടുകാരൻ, നമ്മുടെ DTC കാലത്തെ ഏറ്റവും മനോഹരമായ ഓർമ്മകളും അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ അധ്യാപനത്തിൽ വരാത്ത ചുരുക്കം ചില ആൾക്കാരൊരാളാണ് ഞാൻ. നമ്മുടെ ബാച്ചിൽ ഞാനും ഷിബിയും മാത്രമാണ് എനിക്ക് തോന്നുന്നത്. കമ്പാനിയനായി വന്ന നമ്മുടെ ചേട്ടന്മാരെ കാര്യത്തിന് എന്തിനും സോണി റെഡിയാണ്. എഴുന്നേറ്റ് നിന്ന് മൈക്ക് കൊടുത്ത സോണി ഒന്നും മിണ്ടൂലെന്ന് പറയലുണ്ട്. പിന്നെ ഇപ്രാവശ്യം ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പിന്നെ മത്തിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. മുഴുവൻ മാത്രം സന്ദീപ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ദൃശ്യം ഉണ്ടായിരുന്നു. അന്ന് ടീച്ചർ അന്ന് ഉപദേശം മിക്കവാറും ഞാൻ മീൻകറിയൊക്കെ മീൻകറി ഫുള്ള് മാത്രം പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാവരെയും കാണാൻ സാധിച്ചിട്ടുള്ള എല്ലാവരും സന്തോഷത്തോടെ കാണാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയാണ്. സന്തോഷം. എന്റെ വീട്ടില് അമ്മയും പപ്പയുണ്ട്, ഹസ്ബൻഡ്, 2 പെൺകുട്ടികളാണ്, ഒരാള്. അന്നത്തെ ആ സൗഹൃദം ഇപ്പൊ ഞങ്ങളെ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ദിവസം തന്നെയാണ് ഓർമ്മ വന്നത്. ആ ഒരു ഫീലിംഗ് വരികയും ചെയ്തു. പക്ഷെ നമ്മൾ എല്ലാവരും ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. ഇതിന് മുന്നത്തെ ഒരു എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം ഒരു ബുക്ക് ചെയ്തു. കാരണം ഞാൻ എന്തായാലും വരും. ആ സിസ്റ്ററിനെ അത്രയും എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളിപ്പം ഇത്രയും ഒരു നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക് ഒരു സംശയമില്ല. പിന്നെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ TTC സമയത്ത് ടീച്ചിങ് പ്രാക്ടീസിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് സോഷ്യലിൻ്റെ ക്ലാസ്സായിരുന്നു. മാറ്റി സാറില്ലാണ്ടായിപ്പോയി, മാറ്റി സാറായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. അപ്പം എന്നോട് സോഷ്യലിൻ്റെ ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അപ്പം കേരള ഇത് ജോയില് കഴിഞ്ഞ ഈ തവണത്തെ SCRT നടത്തിയ ന്യൂ മാത്സ് പരീക്ഷയിൽ വയനാട് ജില്ലയിൽ നിന്നും സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടി. അപ്പം 10 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്, അതിനായിട്ടില്ല. ദിവസം തന്നെ വിളിക്കുന്നുണ്ട്. അത് ശരിക്കും ഭയങ്കര രസമായിട്ട് തോന്നി. നമ്മുടെ ഈ TTCക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവരും പിന്നെ വലിയ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും വന്ന ആളുകളാണ്. പലപ്പോഴും ആരാധക്കാരായിരുന്നു. നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഓർത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ ഒരു +2കാരനോ TTCക്കാരനൊക്കെ ആയിട്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്തു. ഇടയ്ക്ക് നമ്മളെന്തൊക്കെയായി, കുറേ പേർ അധ്യാപകരായി, ഞാനൊക്കെ ഒന്ന് വഴിവെളിച്ച് പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ പലപ്പോഴും നമ്മൾ പല മേഖലകളിൽ 2 മക്കളാണ്, കാതറിൻ, കരോളിൻ, എല്ലാ മക്കൾക്കും കെട്ടിച്ചൊരുമ്മ സംഗമം നടത്തിയിട്ടുണ്ട്. ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങൾ 2 തവണ കൂടിയാണ്, 2ഉം TTC തന്നെ കൂടിയത്. എന്നാലും അതിനേക്കാൾ കുറച്ചും കൂടെ ലൈവായിട്ട് എനിക്ക് തോന്നുന്നു. പോസ്റ്റർ ചെയ്തതൊക്കെ എൻ്റെ സുഹൃത്താണ് ജംഷി. അവനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ കിരൺ, ഹർഷ, അവരൊക്കെ നമ്മുടെ ഈ പരിപാടിക്ക് നമ്മളെക്കാളും ആഗ്രഹിച്ചിരിക്കുന്നത് കിരണൊക്കെയാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ചർച്ച ചെയ്യാതെ പോയിരുന്ന ഒരു കാര്യം PSC മറ്റു കാര്യങ്ങളും ആയിരുന്നു. ഇതുവരെ ഒരുങ്ങിയില്ലെന്നൊക്കെ ചോദിച്ച് കോഴിക്കോട് പോകുന്നിരിക്കുക. എന്നൊക്കെ കഴിയുമ്പോൾ എന്താവും, എൻ്റെ സ്കൂളുകാർ എൻ്റെ സ്റ്റാറ്റസ് കൊണ്ട് അടുത്തിട്ട് പറഞ്ഞു, എന്താണെന്നോ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരുമോ, ഇവിടെ ബർത്ത്ഡേ ഗേള് ഹണിയാണ്, അതൊക്കെ ഞാൻ പിന്നെ ഒക്കെ നമ്മൾ സ്നേഹത്തിലുള്ളതാണല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒറ്റ നന്ദി. അതെനിക്ക് അന്ന് മനസ്സിലായി. ആവശ്യമുള്ളവർക്ക് എടുത്ത് കഴിക്കുന്നുണ്ടോ?